ഇനി നമുക്ക് മാങ്ങ കൊണ്ടുള്ളൊരു കറിയുടെ റെസിപ്പി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് പച്ച മാങ്ങയല്ല, പഴുത്ത മാങ്ങ അല്ലെങ്കിൽ പഴുത്തതിന് പച്ചയുടെയും ഇടയിലായിട്ടൊരു ചെറിയ ചുവപ്പ് മഞ്ഞ കളർ കയറിയിട്ടുള്ള മാങ്ങ ഉണ്ടാവില്ല, അതിന് നമ്മൾ ചെനച്ച മാങ്ങ എന്നൊക്കെ പറയുക. അതുപയോഗിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അധികം പഴുക്കാത്ത എന്നാൽ അത്യാവശ്യം പഴുത്തിട്ടുമുണ്ട് ഉള്ള രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം. ഇപ്പോൾ 2 മാങ്ങയുടെയും തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിനെ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ 2 മാങ്ങേനെയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കി സാധനങ്ങളാണ് കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി വേണം, പിന്നെ വറ്റൽമുളക് വേണം, പിന്നെ വേപ്പില വേണം. ഞാനിവിടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് ഒരു 10-15, പിന്നെ അതുപോലെ തന്നെ ഒരു 6-7 ചുവന്ന മുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ച്, പിന്നെ 2 തണ്ട് വേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് നാളികേരപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മുറി അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ടുള്ള നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് 1-ാം പാലും വേണം, 2-ാം പാലും വേണം. 1-ാം പാൽ ഒരു ഏകദേശം 1 കപ്പിൻ്റെ അടുത്തായിട്ട് വേണം. പിന്നെ 2-ാം പാൽ ഒരു 3 കപ്പോളം ആണ് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഗ്യാസുമ്മ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. കൊടുത്ത വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും ഉണക്കമുളകും ഉണ്ടല്ലോ, അത് ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഉള്ളിയും ഉണക്കമുളകും ചതച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് അത് ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. ആ ചേർത്ത് കൊടുത്ത ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 തണ്ട് വേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി വാട്ടിക്കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും ഉണക്കമുളകും ചതച്ചതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതായത് നല്ല ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 2-ാം പാലുണ്ടല്ലോ, നാളികേരത്തിൻ്റെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ആ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഫുള്ളാക്കി വെക്കുക. ഇത്ര നേരം നമ്മൾ ചെറിയ തീയിലിട്ടിട്ടാണ് ഉള്ളിയൊക്കെ മൂപ്പിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലാവാണ്ട് ശ്രദ്ധിക്കണം. കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം, പിന്നെ കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ നാളികേരപ്പാൽ നന്നായി തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി മിക്സാക്കിയിട്ട് ഇത് നന്നായി തിളയ്ക്കുന്ന വരെ നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നന്നായി ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം വളരെ ലോ ആക്കിയിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് മൂടി വെച്ച് വേവിക്കരുത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ മാങ്ങ വേവാൻ ഒരു 20 മിനിറ്റിന് 30 മിനിറ്റിൻ്റെ ഇടയിൽ എന്തായാലും എടുക്കും. അപ്പോൾ നമ്മുടെ മാങ്ങ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ചെറിയ പുളി ഉള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തീർത്തും ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ 1-ാം പാൽ, അതായത് കട്ടിപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പാല് ചേർത്ത് കൊടുക്കാൻ. അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സാക്കി തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നേരിയ രീതിയിൽ ചെറിയതായിട്ടൊക്കെ തള വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫാക്കാം. നന്നായി ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല. ഇത് 1-ാം പാൽ ചേർത്തതിന് ശേഷം നന്നായി തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ചെറുതായി തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കി അത് മൂടി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇതൊരു അടിപൊളി കറിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കറി മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.